ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പോരാളികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ കയ്യിലുള്ള ഡയപ്പർ നിങ്ങൾക്കറിയാം അല്ലേ, ഈ ഡയപ്പർ ആയിട്ടൊക്കെ എന്താ ഇവൾ എത്തിയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഇന്ന് ഡയപ്പർ തലവേദനയായിട്ടുള്ള പോരാളികൾക്ക് അതിനെങ്ങനെ ഉപകാരപ്രദമാക്കും എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്കറിയാം, നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിൽ ഒട്ടുമിക്ക വയനാടൊക്കെ ചുരമൊക്കെ കയറി നമ്മൾ ആ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഡാപ്പേഴ്സ് ഇങ്ങനെ കിടക്കുന്ന കാണാം അല്ലേ. പൊതുസ്ഥലത്ത്, തോടിൽ, ഒഴിഞ്ഞ പറമ്പിൽ, കല്ലുവെട്ടുകുയിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഡാപ്പേഴ്സ് പോയി ടംപ് ചെയ്യുന്ന പല ആളുകളും. ഇത് നമ്മുടെ പ്രകൃതിയെ വല്ലാണ്ട് പൊല്യൂട്ടഡ് ആക്കാൻ കാരണമാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയപ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കളുടെ ഡയപ്പേഴ്സ് ഇതെങ്ങനെ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിക്ക് മാറ്റിയെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു എങ്ങനെയാണ് ഡയപ്പേഴ്സ് നമ്മൾ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഈസി മെത്തേഡ് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മൾ അപ്പി അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കഴുകി കളയുക. ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചാൽ നമുക്കറിയാം, ക്ലോസറ്റ് അടിച്ചിട്ട് ഒന്ന് വെള്ളം അടിച്ചാൽ പെട്ടെന്ന് അതിലൊന്ന് വിട്ടുപോരും. ഇത് നമ്മൾ എന്താ പറയുക, ഒന്ന് മാറ്റി വെച്ചിട്ട് ജെല്ല് റിമൂവ് ചെയ്യുക. ഈ ജെല്ലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കല്ലുപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അതൊന്ന് അലിഞ്ഞ് വരും കേട്ടോ. ഫുൾ ജെല്ലായിട്ടുള്ള പാമ്പേഴ്സ് പോലുള്ള ബ്രാൻഡിൻ്റെ ഈസി ആയിട്ട് ഫുൾ വെള്ളമായിട്ട് നമുക്ക് കിട്ടും. അതല്ല ടെഡി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കോട്ടനൂടെ ഉണ്ടാവും. കോട്ടൺ നമുക്കറിയാം മണ്ണിൽ പെട്ടെന്ന് അലിയുന്ന സംഭവം തന്നെയാണ്. അത്ര പ്ലാസ്റ്റിക്കിൻ്റെ അത്ര നമ്മളെ മണ്ണിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമല്ല പ്യുവർ കോട്ടൺ. പഞ്ഞിയാണ്, അത് പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒഴുക്കി കളയാം. ഈ ഒരു വെള്ളം നമുക്ക് ഒഴുക്കി കളയാം. എന്നിട്ട് ഈ ബാക്കി വരുന്ന പോർഷൻസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഈ സംഭവം ജെല്ല് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു പേപ്പർ കത്തിക്കുന്ന ലാഘവത്തിൽ നമുക്കിത് കത്തിച്ച് കളയാം. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ഹരിതകർമ്മസേന ഈ ഒരു സംഭവം എടുക്കുന്നുണ്ട്. ഇങ്ങനെ കത്തിക്കുമ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ ജെല്ല് ക്ലീൻ ആയിട്ട് എടുക്കാറുണ്ട്. ജെല്ല് എടുക്കാതെ നിൽക്കുമ്പോഴാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് എടുത്തു വെക്കാൻ വയ്യ. കാരണം ഹരിതകർമ്മസേന ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. കൊണ്ടുപോകുന്ന സ്ഥലങ്ങളും ഉണ്ടെന്ന് അറിയാൻ പറ്റി കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു ഏരിയയിലോട്ടൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒരുപാട് വട്ടം ജെല്ല് ഒഴിവാക്കി കേക്ക് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കൊണ്ടുപോയിട്ടില്ല. പിന്നെ അതങ്ങ് പേപ്പറിൻ്റെ കുടത്തിലൊക്കെ കത്തിച്ച് കളയലാണ്, കരിയിലൻ്റെ ഒക്കെ കുടത്തിൽ നമുക്കങ്ങനെ കത്തിച്ച് കളയലാണ് ഞാൻ ചെയ്യാറ് പേഴ്സണലി. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇതെങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. എനിക്ക് ഒരു എന്താ പറയുക, വേപ്പിലല്ലേ, കരിവേപ്പില, കറി ലീഫ്, ഇതിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കണം. കാരണം ആ ഒരു സ്ഥലത്തിലെ മണ്ണ് ഭയങ്കര ഡ്രൈ ആണ്. അത്യാവശ്യം നമ്മൾ വെള്ളം പോകുന്ന സ്ഥലത്തൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് യൂട്യൂബ് കണ്ടിട്ട് തന്നെ കേട്ടോ ഈ ഒരു ടിപ്സ് എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഒരു മണ്ണിൽ ഈ ഒരു ജെല്ല് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ എനിക്ക് ഡെയിലി വെള്ളം നനയ്ക്കുക പറഞ്ഞൊരു ടാസ്ക് ഇല്ല. കാരണം മണ്ണ് ഒഴിക്കുമ്പോൾ ആ ഒരു വെള്ളം നല്ലൊരു എന്താ പറയുക മോയ്സ്ചറായിരിക്കും എൻ്റെ മണ്ണ്. അതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ആ വെള്ളം നോക്കുമ്പോൾ അത്യാവശ്യം അവിടെ ആ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ആ ഒരു വേപ്പ് മരം പെട്ടെന്ന് വളരുകയുണ്ടായി കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എൻ്റെ പച്ചക്കറി തോട്ടത്തിലായിക്കോട്ടെ, ഗ്രോ ബാഗിൽ വരെ ഞാൻ ഒരു പിടി ജെല്ല് ചേർക്കാറുണ്ട്. അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഡെയിലി വെള്ളം നനയ്ക്കുക എന്ന് പറഞ്ഞൊരു ടാസ്കില്ല. ഇത് നമ്മുടെ മണ്ണിൻ്റെ സ്വാഭാവികാവസ്ഥയെ ദോഷം ചെയ്യുന്നുണ്ടോ, മണ്ണിൻ്റെ സ്വാഭാവിക അവസ്ഥയ്ക്ക് എതിരാണോ എന്നതൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പേഴ്സണലി പറയാൻ എനിക്കറിയില്ല. എനിക്കിത് കൊണ്ട് ഗുണമല്ലാണ്ട് ദോഷമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ജെല്ല് ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുറഞ്ഞ വെള്ളത്തിൽ അല്ലെങ്കിൽ കുറേ ദിവസം നമുക്ക് ആ ഒരു വെള്ളം നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു എന്താ പറയുക, ചകിരിച്ചോറിന് പകരം ഞാൻ ചകിരിച്ചോറൊന്നും അങ്ങനെ ക്യാഷ് എടുത്ത് വാങ്ങാറൊന്നുമില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഇത് ഒരു പിടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു വലിയൊരു ഗുണമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എങ്കിലും
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ പൊതുസ്ഥലത്തൊക്കെ ഈ പാമ്പേഴ്സൊക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ നമ്മൾ ചുറ്റുപാടും വളരെയധികം പൊള്യൂറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഉപകാരപ്രദമാക്കാം? നമ്മുടെ തൊട്ടപ്പുറത്തൊക്കെ വലിയ ഒരുപാട് പറമ്പുകൾ കാണാം അല്ലേ, തെങ്ങും കവുങ്ങൊക്കെ ഉള്ള, ആരും ശ്രദ്ധിക്കാത്ത വരണ്ട ഒരുപാട് പറമ്പുകൾ കാണാം. അവിടെ ഒന്നും വെള്ളമൊക്കെ കൊല്ലത്തിലൊരിക്കൊക്കെ വെള്ളം നനയ്ക്കാറുള്ളൂ അല്ലേ. അപ്പം അത്തരം സ്ഥലത്തൊക്കെ മണ്ണിൽ ഇത് കുറച്ച് കൊണ്ടുപോയി മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ആ ഒരു വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് കാലെങ്കിലും അത് അവിടെ പിടിച്ച് നിർത്താൻ സഹായിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ പൊതുസ്ഥലത്ത് ഇതിങ്ങനെ കുന്നു കൂട്ടാതിരിക്കുക കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ ജെല്ല് കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ രോഗാണുക്കൾ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്രതീക്ഷിത ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലല്ല, ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഞാൻ ഇതുപോലെ എടുത്ത ജെല്ലെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ട് തമ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കരമായിട്ട് പ്രാണികളൊക്കെ വന്ന് ഇതായി. പിന്നെ ഞാൻ മണ്ണായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് ചെയ്ത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. പറ്റുന്ന അത്ര നമ്മുടെ പ്രകൃതിയെ ഏറ്റവും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാ പോരാളികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ബൈ.